ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളം നിറഞ്ഞ മുന്നണികൾ. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലുള്ളത് 25,721,721 വോട്ടർമാർ. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ വീണ്ടും വൺ വേ പരിഷ്കാരം. വൺ വേ പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം ശക്തം. വലിയൂർ മഹാതീർത്ഥാടനത്തിന് ആയിരങ്ങൾ അണിനിരന്നു. ആത്മീയതയുടെ അനുഭവമാണ് ഓരോ തീർത്ഥാടനവുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി. വടനപ്പള്ളിയിൽ കാറിൽ കടത്തി 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾ വിലസുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി. പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരം. തേവരുടെ മകീര്യം പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ആയിരങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളം നിറഞ്ഞ മുന്നണികൾ. വോട്ടെടുപ്പിന് 40 ദിവസം മാത്രം ശേഷിക്കെ മണ്ഡലങ്ങളിൽ പ്രചരണം ചൂടുപിടിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമുറുകുന്ന തൃശൂർ സംസ്ഥാനത്തെ ശ്രദ്ധേയ മണ്ഡലമാണ്. ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാറും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും പ്രചരണത്തിൽ ഏറെ മുന്നിലാണ്. അല്പം വൈകിയാണ് എത്തിയതെങ്കിലും UDF സ്ഥാനാർത്ഥി K മുരളീധരനും ഒപ്പമെത്തി. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. കനത്ത ചൂടിലും കളം നിറച്ചുള്ള പ്രചരണമാണ് സ്ഥാനാർത്ഥികൾ കാഴ്ചവെക്കുന്നത്. പ്രചരണം ചൂടുപിടിപ്പിക്കാൻ ദേശീയ നേതാക്കൾ വീണ്ടും തൃശൂരിലെത്തും. വോട്ടെടുപ്പിന് 1 മാസത്തിലേറെ ഉള്ളതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടാനുള്ള പാച്ചിലിലാണ് സ്ഥാനാർത്ഥികൾ. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലുള്ളത് 25,90,721 വോട്ടർമാർ. ജനുവരിയിലാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. 13,52,552 സ്ത്രീ വോട്ടർമാരും 12,38,114 പുരുഷ വോട്ടർമാരുമാണുള്ളത്. 55 പേർ ഭിന്നലിംഗക്കാരാണ്. 3,946 പ്രവാസി വോട്ടർമാരുമുണ്ട്. 18നും 19നും ഇടയിൽ പ്രായമുള്ള പുതിയ വോട്ടർമാരുടെ എണ്ണം 35,551 പട്ടിക പുതുക്കൽ കാലയളവിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം അപേക്ഷകൾ വന്നത് തൃശൂരിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. ജില്ലയിൽ പരിശോധനയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 78 സ്ക്വാഡുകളാണുള്ളത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ, പോസ്റ്ററുകൾ മുതലായവ 24 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട ഓഫീസ് മേലധികാരികൾക്കും തദ്ദേശ സ്വയംഭരണ മേധാവികൾക്കും നിർദ്ദേശം നൽകി. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇലക്ട്രിക് ടെലിഫോൺ പോസ്റ്റുകളിലും അനധികൃതമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ, പോസ്റ്ററുകൾ എന്നിവ 48 മണിക്കൂറിനകവും നിയമപരമല്ലാതെ സ്വകാര്യ വസ്തുവകകളിൽ സ്ഥാപിച്ചിട്ടുള്ള 72 മണിക്കൂറിനുള്ളിലും നീക്കം ചെയ്യുവാനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായി ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. തൃശൂർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പോസ്റ്റ് ഓഫീസ് റോഡിൽ വീണ്ടും വൺ വേ പരിഷ്കാരം നടപ്പിലാക്കി. ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനപ്രകാരം മേയർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച മുതൽ പോസ്റ്റ് ഓഫീസ് റോഡ് വൺ വേ ആക്കിയത്. ഇനി മുതൽ മുനിസിപ്പൽ റോഡിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് റോഡിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. ചെട്ടിയങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് MO റോഡിലേക്ക് പ്രവേശിക്കാം. ഈ റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത്. നേരത്തെ ഈ പരിഷ്കാരം നടപ്പിലാക്കിയിരുന്നുവെങ്കിലും പോസ്റ്റ് ഓഫീസ് റോഡിലെ വ്യാപാരികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പരിഷ്കാരം പിൻവലിച്ചിരുന്നു. പാലിയൂർ മഹാതീർത്ഥാടനത്തിൽ ആയിരങ്ങൾ അണിനിരന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച മുഖ്യ പദയാത്ര ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന് പേപ്പൽ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മുഖ്യ പദയാത്രയ്ക്ക് പുറമെ കൊട്ടേക്കാട്, നിർമ്മലപുരം, ചേലക്കര, എരുമപ്പെട്ടി, ചാവക്കാട്, വടക്കാഞ്ചേരി, മറ്റം, വേലൂർ, കണ്ടശങ്കടവ്, പഴുവിൽ, വലപ്പാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പദയാത്രകളും പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. 2 ഘട്ടങ്ങളിലായാണ് പദയാത്ര നടന്നത്. പൊതുസമ്മേളനം മദ്രാസ് മൈലപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയുടെ അനുഭവമാണ് ഓരോ തീർത്ഥാടനവുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതാവണം തീർത്ഥാടനമെന്നും ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തൂങ്കുഴി, ഫാദർ ജോസഫ് വൈക്കാടൻ, വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ, ജോസ് കോനിക്കര, ഫാദർ ഡേവിസ് കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. പാസ്റ്റർ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റജീന വിശ്വാസപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച രണ്ടാം ഘട്ട പദയാത്രയിലും ആയിരങ്ങൾ അണിനിരന്നു. തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് ശേഷമാണ് പദയാത്ര ആരംഭിച്ചത്. അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവലിൽ നിന്നും പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പതാക ഏറ്റുവാങ്ങി. യേശുവിന്റെ പീഡാനുഭവ സ്മരണയിൽ കുരിശും ജപമാലയും കൈകളിലേന്തി പാലയൂരിലേക്ക് നടന്ന വിശ്വാസ പ്രഖ്യാപന പദയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് അണിനിരന്നത്. വടനപ്പള്ളിയിൽ കാറിൽ കടത്തിയ 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ ആലപ്പാട്ട് പൊന്തോക്കൻ ജോസ്, കാങ്കളത്ത് സുധീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ആന്ധ്രയിൽ നിന്നെത്തിച്ച കഞ്ചാവ് തീരദേശ മേഖലയിൽ വിതരണം ചെയ്യാനാണ് ഇവർ കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 2 വർഷം മുൻപ് കൊരട്ടിയിൽ 210 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ജോസ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളും വിഹരിച്ചിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് ആക്ഷേപമുയരുന്നു. സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസുകാരില്ലാത്തതും സ്റ്റേഷൻ പരിധി കൂടുതലായതുമാണ് പ്രതിസന്ധിയാകുന്നതെന്ന് പോലീസ്. പുള്ള്, ആലപ്പാട്, പുറത്തൂർ, ചാഴൂർ, പഴുവിൽ തുടങ്ങിയ പ്രദേശങ്ങളോട് ചേർന്നുള്ള ചോരക്കാടുകൾ നിറഞ്ഞ കോൾബണ്ട് റോഡുകളും ഒഴിഞ്ഞ പറമ്പുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി സംഘങ്ങൾ വിലസുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് പോലും യുവാക്കൾ മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനുമായി ഇവിടേക്ക് എത്തുന്നതും ബഹളവും സംഘർഷങ്ങളും ഉണ്ടാകുന്നതും പതിവാകുകയാണ്. അന്തിക്കാട്, അരിമ്പൂർ, മണലൂർ, താന്യം, ചാഴൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന അന്തിക്കാട് പോലീസിന് ക്രമസമാധാന പാലനം കൈപ്പിടിയിൽ ഒതുങ്ങാത്ത സ്ഥിതിയാണ്. ഇതേ തുടർന്ന് അന്തിക്കാട് സ്റ്റേഷൻ വിഭജിച്ച് ചാഴൂർ, താന്യം മേഖലകൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. പെരിങ്ങോട്ടുകരയിലെ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്ന അരയേക്കറോളം സ്ഥലത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ പണിയാൻ 2020-21 ബജറ്റിൽ 2.5 കോടി രൂപ അനുവദിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടും സ്റ്റേഷൻ നിർമ്മാണ പദ്ധതി കടലാസിലൊതുങ്ങി. അന്തിക്കാട് സ്റ്റേഷനിലെ SHO സ്ഥലം മാറിപ്പോയിട്ട് 1.5 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് പുതിയ ആളെ നിയമിച്ചത്. ശനിയാഴ്ച പുള്ളിൽ മദ്യപാനത്തിനിടെയുണ്ടായ അടിപിടിയിൽ 3 പേർക്ക് വെട്ടേറ്റ സംഭവം നാട്ടുകാർ വിളിച്ചറിയിച്ചിട്ടും പോലീസ് എത്താൻ വൈകിയതായി ആക്ഷേപം ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമുണ്ടായ അക്രമ സംഭവം പോലീസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ടാ ലഹരി സംഘങ്ങൾ നാട്ടുകാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കുറ്റകൃത്യങ്ങൾക്കെതിരെ സ്റ്റേഷനിൽ നൽകുന്ന പരാതികൾ അവഗണിക്കുന്ന സംഭവങ്ങൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആവർത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ ലഹരി സംഘങ്ങൾക്ക് യഥാസമയം ചോർത്തിക്കൊടുക്കുന്നവർ പോലീസിൽ തന്നെ ഉള്ളതായും ആരോപണമുണ്ട്. മേലധികാരികൾ ഇടപെട്ട് സ്റ്റേഷന്റെ അംഗബലം കൂട്ടി കൂടുതൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിയമിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. TCV ന്യൂസ്, തൃശൂർ. ആറാട്ടുപുഴ പൂരത്തിന് ആതിഥ്യമരുളുന്ന ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ കൊടിയേറി. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, ക്ഷേത്രത്തിന്റെ ഊരാളൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട് ബാബു നമ്പൂതിരി, ദിലീപ് നമ്പൂതിരി, ബാലകൃഷ്ണൻ നമ്പൂതിരി, ബിജു നമ്പൂതിരി, ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി, ഓട്ടൂർ മേക്കാട്ട് വിനോദ് നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. ആർപ്പും കുരവയുമായി കൊണ്ടുവന്ന കവുങ്ങ് ചെത്തിമിനുക്കിയാണ് കൊടിമരമാക്കിയത്. ശാസ്താവിന്റെ നിലപാട് തറയ്ക്ക് സമീപം മാടമ്പി വിളക്ക് തെളിയിച്ച് ദേവസ്വം അധികാരി നെൽപ്പറ നിറച്ചതിനു ശേഷം കവുങ്ങ് ചെത്തിമിനുക്കി. ക്ഷേത്ര നടപ്പുരയിൽ ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും 7 സ്ഥാനങ്ങളിൽ ചാർത്തി കൊടിമരം അലങ്കരിച്ച കൊടിമരം ദേശക്കാരാണ് ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രം ഊരാളൻ ദർഭപുല്ല് കൊടിമരത്തിൽ ബന്ധിപ്പിച്ചു. വാദ്യഘോഷങ്ങളുമൊന്നുമില്ലാതെ ചമയങ്ങളില്ലാത്ത ഒരു ഗജവീരന്റെ പുറത്ത് ഊരാളൻ കുടുംബാംഗത്തെ കയറ്റി കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ 7 കണ്ടം അതിർത്തി വരെ ആനയിച്ചു. തുടർന്ന് അടിയന്തരം മാരാർ ശംഖധ്വനി മുഴക്കി ത്രിപുടതാളത്തിൽ വാദ്യഘോഷങ്ങളുടെ ആർപ്പും കുരവിയുമായി ജനസഞ്ചയം ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ത്രിപുടമേളം ക്ഷേത്ര നടപ്പുരയിൽ കലാശിച്ചു. ബലിക്കലിന് സമീപം മാടമ്പി വിളക്ക്, നിറവറ, വെള്ളരി എന്നിവയുടെ സാന്നിധ്യത്തിൽ നാളികേരം ഉടച്ചുവെച്ചു. തുടർന്ന് അടിയന്തരം മാരാർ കിഴക്കോട്ട് തിരിഞ്ഞ് ശാസ്താവിനെ തൊഴുത് ക്ഷേത്രം ഊരാളന്മാർ മുഖമണ്ഡപത്തിൽ എഴുന്നള്ളിയിട്ടില്ലേ എന്ന് 3 തവണ ചോദിച്ചതിന് ശേഷം 3 പ്രാവശ്യം ശംഖ് വിളിച്ച് വലംതരയിൽ പൂരം കൊട്ടിവെച്ചതോടുകൂടി കൊടിയേറ്റ ചടങ്ങുകൾ സമാപിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തിന് മുന്നോടിയായി ചമയ പ്രദർശനത്തിന് തുടക്കമായി. ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് വേണ്ടി ഈ വർഷം ഭക്തർ സമർപ്പിച്ച ചമയങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിലാണ് പ്രദർശനം 4 ദിവസം കൂടി തുടരും. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ഭക്തി നിർഭരം. തേവരുടെ മകീരം പുറപ്പാട് ചടങ്ങ് കാണാൻ കനത്ത ചൂടിനെയും അവഗണിച്ച് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്.
ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:15-നും 3:15-നും മധ്യയുള്ള കർക്കിടകം രാശിയിലാണ് തേവരുടെ മകീരം പുറപ്പാട് ചടങ്ങ് നടന്നത്. ചടങ്ങിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ക്ഷേത്രാങ്കണത്തിലും പരിസരത്തുമായി ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഊരായ്മക്കാർ ക്ഷേത്രത്തിനകത്തെത്തി നിയമവെടിക്ക് അനുവാദം നൽകി. തുടർന്ന് കുളിച്ച് മണ്ഡപത്തിലെത്തിയ ഊരായ്മക്കാർ തേവരെ എഴുന്നള്ളിക്കാൻ അനുവാദം നൽകി. തൃക്കോൽ ശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞതോടെ തേവരെ സേതുകുളത്തിൽ ആറാട്ടിനായി 5 ആനകളോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഈ സമയം തേവരുടെ വരവറിയിച്ച് കതിനവെടികൾ മുഴങ്ങി. കൊമ്പൻ എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണ്ണക്കോലം വഹിച്ചു. പുറത്തേക്ക് എഴുന്നള്ളിയ തേവരെ ഭക്തജനങ്ങൾ രാമമന്ത്രങ്ങൾ ഉരുവിട്ട് വരവേറ്റു. ചെറുശ്ശേരി കുട്ടന്മാരാർ നയിച്ച മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. തുടർന്ന് തേവർക്ക് സേതുകുളത്തിൽ ആറാട്ട് നൽകി. ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. രാത്രിയോടെ പാണികൊട്ടി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ തീർത്ത കിണറ്റിൻകരയിൽ തേവർക്ക് ചെമ്പിലാറാട്ടും നൽകും. തിങ്കളാഴ്ച രാവിലെ നടക്കൽ പൂരം കഴിഞ്ഞാൽ തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ട് നൽകും. വൈകിട്ട് കാട്ടൂർ പൂരത്തിനായി പുറപ്പെട്ട് പിറ്റേന്ന് കുറുപ്പിന്റെ പടിക്കൽ നിയമവെടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് തേവർ തിരിച്ചെഴുന്നള്ളും. ചൊവ്വാഴ്ച രാവിലെ തേവർക്ക് ബ്ലാഹിയിൽ കുളത്തിലും രാത്രിയോടെ കുറുക്കൻ കുളത്തിലും ആറാട്ട് നൽകും. ഈ മാസം 20-ന് രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷം കോതകുളം ആറാട്ടും കഴിഞ്ഞാണ് പടിഞ്ഞാറേക്കരയിലെ അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളുക. രാത്രി രാമൻകുളം ആറാട്ടും ഇല്ലത്തെ പറയും കഴിഞ്ഞ് തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളും. ഈ മാസം 21-ന് വൈകിട്ട് നിയമവെടിക്ക് ശേഷം സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന തേവർ ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പിള്ളി മനകളിലും മുറ്റിച്ചൂർ കൊട്ടാരത്തിലും പറയെടുപ്പ് നടത്തും. 22-ന് വൈകിട്ട് കുട്ടൻകുളം ആറാട്ടിനും തന്ത്രിയില്ലത്തെ പൂരത്തിനുമായി തേവർ എഴുന്നള്ളും. ശനിയാഴ്ച വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിയുന്നതോടെ തേവർ ആറാട്ടുപുഴ പൂരത്തിനായി പള്ളിയോടത്തിൽ പുഴ കടക്കും. തൃപ്രയാർ കിഴക്കേ നടയിൽ എഴുന്നള്ളുന്ന തേവരെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിക്കുക. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന തേവരെ ഉത്രം വിളക്കിന് എഴുന്നള്ളിക്കും. TCV തൃപ്രയാർ. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി അന്തിക്കാട് കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ മകീരം പുറപ്പാട് നടന്നു. തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. എഴുന്നള്ളിപ്പിൽ തൃപ്രയാർ രമേശന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചവാതി മരങ്ങേറി. തിങ്കളാഴ്ചയാണ് അന്തിക്കാട് ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണം. ക്ഷേത്രം പ്രസിഡന്റ് മനോജ് കുറ്റിപ്പറമ്പിൽ, സെക്രട്ടറി ഗോകുൽ കരിപ്പള്ളി, ട്രഷറർ ശരത്ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് നൽകിവരുന്ന ആറാട്ടുപുഴ ശ്രീശാസ്ത പുരസ്കാരവും പ്രഥമ സന്തോഷ് സ്മൃതി പുരസ്കാരവും സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M. K. സുദർശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, K. രാമചന്ദ്രൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ദീർഘനാളത്തെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന A. പത്മനാഭന് ശ്രീശാസ്ത പുരസ്കാരവും 79 വർഷമായി തൈക്കാട്ടുശ്ശേരി ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യ കഴകവൃത്തിക്കാരനായി സേവനമനുഷ്ഠിച്ചിരുന്ന TV. മാധവ വാര്യർക്ക് സന്തോഷ് സ്മൃതി പുരസ്കാരവും സമ്മാനിച്ചു. ബോർഡംഗം MP. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബോർഡംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് പൊന്നാടയണിയിച്ചു. ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M. രാജേന്ദ്രൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ C. അനിൽകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പഞ്ചായത്ത് അംഗം K. രവീന്ദ്രൻ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U. അനിൽകുമാർ, സമിതി സെക്രട്ടറി K. രഘുനന്ദനൻ, വൈസ് പ്രസിഡന്റ് K. വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തിരുത്തി കുമ്പളപ്പറമ്പിന് സമീപം ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ കമറുദ്ദീന്റെ മകൻ മുഹമ്മദ് സൽമാനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം ബൈക്കുകളിൽ എടമുട്ടത്ത് പോയി തിരികെ ഇരിങ്ങാലക്കുടയിലേക്ക് പോകുന്നതിനിടെ സൽമാൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വളവിൽ തെന്നി വീഴുകയായിരുന്നു. തുടർന്ന് പുറകിൽ വന്ന ബൈക്കും കൂട്ടിമുട്ടി നിയന്ത്രണം വിട്ട് മറഞ്ഞു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചുവെങ്കിലും സൽമാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സൽമാന്റെ ഒപ്പമുണ്ടായിരുന്ന മാപ്രാണം മാടായിക്കുണം സ്വദേശികളായ ഷെയ്ൻ, മിഥുൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന മത്സ്യബന്ധന വള്ളം കയററുത്ത് വിട്ട് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. കളത്തിൽ ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള തുമ്പ എന്ന വള്ളമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. പൂച്ചക്കടവിൽ പുഴയോരത്ത് കെട്ടിയിട്ടിരുന്ന വള്ളം പണി പാതി വഴിയിൽ നിലച്ച ഹാർബറിനടിയിൽ തള്ളിക്കയറ്റിയ നിലയിലാണ് കണ്ടെത്തിയത്. വള്ളത്തിന്റെ അടിഭാഗം തകർന്ന നിലയിലാണ്. 2 എഞ്ചിനുകൾക്കും കേടുപാട് സംഭവിച്ചതായി വള്ളത്തിന്റെ ഉടമ പറഞ്ഞു.
NDA തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ശ്രീ കേരളവർമ്മ കോളേജ് റോഡ് ജംഗ്ഷൻ സമീപം BJP നാഷണൽ കൌൺസിൽ അംഗം കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. NDA ജില്ലാ കൺവീനർ അതുല്യ ഘോഷ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ, BJP മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസ്, NKC സംസ്ഥാന സെക്രട്ടറി ഷംസുദ്ദീൻ, SJD ജില്ലാ പ്രസിഡന്റ് MD രാജീവ്, ശിവസേന ജില്ലാ പ്രസിഡന്റ് രതീഷ് നായർ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയാണ്, വളരെയേറെ കൗതുകത്തോടും താല്പര്യത്തോടും ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. കുന്നംകുളം വ്യാപാര ഭവനിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, UDF ജില്ലാ കൺവീനർ KR ഗിരിജൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അമീർ, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി CB കുര്യാക്കോസ്, CMP നേതാവ് PRN നമ്പീശൻ, RSP നേതാവ് ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കടങ്ങോട് മിൽ സെന്ററിൽ നടത്തിയ കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മിൽ സെന്ററിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും M ബാലാജി നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PV ജോൺസൺ അധ്യക്ഷത വഹിച്ചു. CPM മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PS പ്രസാദ്, UV ഗിരീഷ്, CPI മണ്ഡലം കമ്മിറ്റി അംഗം TP ജോസഫ്, കോൺഗ്രസ് S ജില്ലാ കമ്മിറ്റി അംഗം MP റഫീഖ് തങ്ങൾ, NCPS ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ പഴുതാന, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ തുടങ്ങിയവർ സംസാരിച്ചു. UDF ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ KP ഉദയൻ, CS സൂരജ്, VK സുജിത്, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, CA ഗോപപ്രതാപൻ, PI ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. LDF ഗുരുവായൂർ മണ്ഡലം മഹിളാ കൺവെൻഷൻ LDF കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി. NK അക്ബർ MLA, CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. സമകാലിക സമൂഹത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കാൻ കേരള ലാറ്റിൻ അസോസിയേഷന് കഴിയണമെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രൂസ് പുത്തൻവീട്ടിൽ അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിക്കുന്ന 1000 പ്രചാരണ യോഗങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടപ്പുറം വികാസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. അനിൽ കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു. ബിജു ജോസി, മോൺസിഞ്ഞൂർ റോക്കി റോബിൻ, ജോൺസൺ മങ്കുടി, സേവിയർ പടിയിൽ, ഷൈജ ആന്റണി, ED ഫ്രാൻസിസ്, അലക്സ് താളൂപ്പാടത്ത്, ജോൺസൺ വാളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കനകമല കുരിശുമുടി തീർത്ഥാടനം നടത്തി. രൂപതയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കുരിശുമുടി കയറിയത്. അടിവാരം പള്ളിയിൽ നടന്ന പൊതുയോഗം തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ അലക്സ് കല്ലേലി ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് പത്രോസ് വടക്കഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡേവിസ് ഊക്കൻ, ട്രഷറർ ആന്റണി തൊമാന, കനകമല യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ D വിധേയത്തിൽ, സെക്രട്ടറി ഷിബു ആട്ടോക്കാരൻ, ട്രഷറർ ജോസ് കറുകുറ്റിക്കാരൻ, കൈക്കാരൻ ലിജോ ചാതേലി തുടങ്ങിയവർ സംസാരിച്ചു. മലമുകളിലെ ദിവ്യബലിക്ക് ഫാദർ ലിജു കരുത്തി കാർമ്മികത്വം വഹിച്ചു. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. തിരുത്തിപ്പറമ്പ് ദാസന്റെ മകൻ 22 വയസ്സുള്ള റോഷനാണ് മരിച്ചത്. ബന്ധുക്കളോടൊപ്പം റോഷൻ പുഴയിലെത്തിയത് തടയണയുടെ മുകളിൽ ആഴമുള്ള ഭാഗത്ത് മുങ്ങിത്താഴുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ആളുകൾ റോഷനെ പുറത്തെടുത്ത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ് റോഷൻ.
വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് പട്ടികജാതി വിഭാഗങ്ങളെന്നും സാമൂഹിക നീതിയുടെ രാഷ്ട്രീയമാണ് KPMSനുള്ളതെന്നും KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ പറഞ്ഞു. KPMS ജില്ലാ സമ്മേളനം മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംവരണത്തിനെതിരായി നിയമസഭയിലും പാർലമെന്റുകളിലും ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പാസാക്കുന്നതിന് രണ്ട് കൈയും പൊക്കുന്നവരായി പട്ടികജാതി പട്ടികവർഗ MPമാരും MLAമാരും മാറി. സാമൂഹിക നീതിയുടെ വക്താക്കളെന്ന് പറയുന്ന മുന്നണികൾ അത് ഉറപ്പാക്കുന്നില്ല. ജാതി സെൻസസ് അനിവാര്യമാണെന്നിരിക്കെ അത് നടപ്പാക്കാൻ എന്തിന് സർക്കാർ മടി കാണിക്കുന്നു? സാമൂഹിക നീതി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരെ സഹായിക്കാൻ KPMS ഘടകങ്ങൾ പരിശോധന നടത്തണം. മുന്നാക്ക വിഭാഗങ്ങൾ 10% സംവരണം കൈപ്പറ്റിയതിനു ശേഷമാണ് ജാതി സംവരണത്തെ എതിർക്കുന്നതെന്നും KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റ് PV ഉമേഷ് അധ്യക്ഷനായി. സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, ജില്ലാ സെക്രട്ടറി EK മോഹൻദാസ്, ജില്ലാ ട്രഷറർ KK അയ്യപ്പൻ, സ്വാഗത സംഘം കൺവീനർ MC വിനയൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PC ബാബു എന്നിവർ സംസാരിച്ചു. തിരക്കഥാകൃത്ത് ബാബു അത്താണി, ഡാവിഞ്ചി സുരേഷ്, അനു പുതിയടത്ത് എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. മാള തുമ്പൂർമുഴി വലതുകര വഴി മാളയിലേക്കുള്ള കനാലിൽ മാലിന്യം മൂടിക്കിടന്ന് വെള്ളത്തിന്റെ ഒഴുക്കില്ലാതായി. കനാൽ ശുചീകരണത്തിന് ചെറുകിട ജലസേചന വകുപ്പ് കരാർ നൽകിയിട്ടുണ്ടെങ്കിലും പണികൾ നടത്തിയിട്ടില്ല. ജലസേചന വകുപ്പിന്റെ നിബന്ധനയനുസരിച്ച് മാസത്തിൽ 2 തവണയാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം തുറന്നുവിടേണ്ടത്. അഷ്ടമിച്ചിറയിലൂടെ അമ്പഴക്കാട് വഴി മാളച്ചാലിൽ അവസാനിക്കുന്നിടത്താണ് വലതുകര കനാലിന്റെ ഒരു ഭാഗം വാലറ്റം. വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് കനാൽ ശുചീകരിക്കുന്നതിനുള്ള നടപടിയുണ്ടായില്ല. വെള്ളം എത്തുമ്പോഴാണ് കരാറുകാരൻ പണികൾ ആരംഭിക്കാറുള്ളതെന്ന് കർഷകർ പറയുന്നു. എന്നാൽ ഈ വർഷം അത്തരം നടപടി പോലും ഉണ്ടായില്ലെന്നതാണ് കുന്നുകൂടി കിടക്കുന്ന മാലിന്യം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അമ്പഴക്കാട് ഭാഗത്തേക്കുള്ള കനാൽ വൃത്തിയാക്കുന്നുണ്ടെങ്കിലും വെള്ളം ഒഴുകിയെത്താൻ ഇടമില്ലാത്ത നിലയിൽ അഷ്ടമിച്ചിറയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പരാതി പറയാൻ ചെറുകിട ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ ഫോൺ എടുക്കുക പോലും ചെയ്യില്ലെന്ന് കർഷകർ പറയുന്നു. കടുത്ത വരൾച്ചയിലേക്ക് പോയിട്ടും കനാൽ വെള്ളം എത്തിക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. ഒരു പാടശേഖരത്തിൽ കൊയ്ത്ത് കഴിയാൻ വേണ്ടി കാത്തിരുന്ന ശേഷം വൈകിയാണ് അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് വെള്ളം എത്തിച്ചത് എങ്കിലും ഇപ്പോഴും പ്രയോജനപ്പെടാത്ത അവസ്ഥയാണ്. കനാലിൽ 16 ദിവസം കൂടുമ്പോൾ വെള്ളം തുറന്നുവിടാമെന്ന നിബന്ധനയുണ്ടെങ്കിലും ഫലത്തിൽ ലഭിക്കുന്നില്ല. കനാൽ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കണമെന്ന് കർഷകനായ പ്രദീപ് ഉരുണ്ടോളിൽ ആവശ്യപ്പെട്ടു. കൃത്യസമയത്ത് കോൺട്രാക്ടർ വർക്ക് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇതൊരവസ്ഥ ഇവിടുത്തെ കർഷകർക്കും നാട്ടുകാർക്കും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ടേൺ അനുസരിച്ച് വെള്ളം വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ ആയിരുന്നത്. മുൻപ് വെള്ളം വരുമ്പോൾ എന്ന് വെച്ചാൽ കനാല് 3-4 പണിക്കാരെ വെച്ച് ആദ്യം ക്ലീൻ ചെയ്ത് വരും. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാത്ത കാരണമാണ് ഈ എല്ലാ വേസ്റ്റും ഇവിടെ വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. TCV മാള. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളങ്കാവ് വേലയ്ക്ക് തുടക്കം കുറിച്ച് വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിൽ കൂറയിടൽ ചടങ്ങ് നടന്നു. ഇത്തവണ തെക്കുംകൂറ് വേലയായതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരിക്കാവിലെ 64 കാൽ പന്തലിലാണ് വേലയുടെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നത്. പന്തലിലെ 4 കാൽ പാട്ടുകുട്ടിലിന് മുകളിലൂടെ ചുവപ്പ് നിറത്തിലുള്ള പട്ട് വിരിക്കുന്നതാണ് കൂറയിടൽ ചടങ്ങ്. തുടർന്ന് പന്തലിൽ കളമെഴുത്തും ദാരികാവധം കളമ്പാട്ടും കോമരമെത്തി കളമാക്കൽ ചടങ്ങും നടത്തി. കല്ലാറ്റുകുറുപ്പാണ് കളമെഴുത്ത് പാട്ട് നടത്തിയത്. ക്ഷേത്രം ഊരാളന്മാർ, ദേവസ്വം അധികൃതർ, പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തൊണ്ണൂർക്കര, കുറുമല ദേശങ്ങളിലെ കമ്മിറ്റി ഭാരവാഹികളും കൂറയിടൽ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ മാസം 23-ാം തീയതിയാണ് അന്തിമഹാകാളങ്കാവ് വേല. നാഷണൽ NGO കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 680 വനിതകൾക്ക് 50% സാമ്പത്തിക സഹായത്തോടെ ഇരുചക്ര വാഹനങ്ങൾ തൃശൂരിൽ വിതരണം ചെയ്തു. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഫീർ അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ്കുമാർ, കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ, ഫാദർ ജോസ് വട്ടക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേത്രഭരണം സർക്കാർ നിയന്ത്രണത്തിൽ നിന്നും മാറ്റി ഭക്തരെ ഏൽപ്പിക്കുവാൻ വേണ്ട നിയമ ഭേദഗതി നടത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഡോക്ടർ K. അരവിന്ദാക്ഷൻ പറഞ്ഞു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തൃശൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതര സർക്കാരുകൾ മതസ്ഥാപനങ്ങൾ നടത്തുന്നത് നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വേണാട്ട് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സമിതി സംസ്ഥാന അംഗം VK വിശ്വനാഥൻ, MV രവി, K. സതീഷ് ചന്ദ്രൻ, മോഹനകൃഷ്ണൻ, മുകുന്ദൻ കുന്നമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ച പരിമിതികൾ മറികടന്ന് അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ പഠിച്ചെടുത്ത താളത്തിൽ കുട്ടിക്കയറി ആസ്വാദകരിൽ വിസ്മയം തീർക്കുകയാണ് രശ്മി മണികണ്ഠൻ. ചേലക്കര പുലാക്കോട് കണ്ടംകുമരത്ത മണികണ്ഠൻ രാജേശ്വരി ദമ്പതിമാരുടെ 2ാമത്തെ മകളാണ് രശ്മി.
ജനനത്തിൽ തന്നെ രശ്മിയുടെ ഞരമ്പുകളുടെ ശേഷി നഷ്ടപ്പെട്ട ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തി ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയെങ്കിലും രശ്മിയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അത്താണി JMJ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു പഠനം വഴിത്തിരിവായത്. കോവിഡ് കാലത്ത് വിദ്യാലയം അടച്ചപ്പോൾ വീട്ടിലെത്തിയ രശ്മിക്ക് തായമ്പക കലാകാരനായ അച്ഛൻ മണികണ്ഠൻ തായമ്പക അഭ്യസിപ്പിക്കാൻ തീരുമാനിച്ചു. രശ്മിക്ക് തായമ്പക പഠിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നും കുടുംബത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി 2 മാസത്തെ പരിശീലനം കൊണ്ട് 12ാം വയസ്സിൽ തായമ്പകയിൽ അരങ്ങേറ്റം നടത്തി. ഒൻപതാം ക്ലാസ്സുകാരിയായ രശ്മി ഇപ്പോൾ 50-ലധികം വേദികളിൽ തായമ്പക അവതരിപ്പിച്ചു. കാഴ്ചപരിമിതിയെ മറികടന്ന വാദ്യപ്രേമികളിൽ വിസ്മയം തീർക്കുന്ന രശ്മി ഇപ്പോൾ നാടിന്റെ അഭിമാനമാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കോഴിക്കോട് നിന്നും കാണാതായ 16 വയസ്സുകാരിയെ കുന്നുകുളം അഞ്ഞൂരിൽ നിന്നും കണ്ടെത്തി. നായാടി സംഘത്തോടൊപ്പമാണ് അഞ്ഞൂർ ആൽ പരിസരത്തു നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കോഴിക്കോട് നിന്ന് കാണാതായത്. ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പനമരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് പെൺകുട്ടിയെ കുന്നുകുളം അഞ്ഞൂരിൽ കൂട്ടമായി താമസിക്കുന്ന നായാടികൾക്കൊപ്പം കണ്ടെത്തിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ സ്ക്വാഡ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. പെൺകുട്ടിയെ കോഴിക്കോട് നിന്നും കൊണ്ടുവന്ന് കുന്നുകുളം അഞ്ഞൂരിൽ ഒളിപ്പിച്ച് താമസിക്കുകയായിരുന്നു എന്നാണ് വിവരം. ലഹരിക്കെതിരെ തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ വടൂകര വിജയദീപം ക്ലബ്ബ് ജേതാക്കളായി. അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ മാതൃഭൂമിയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് വിജയദീപം ക്ലബ്ബ് ചാമ്പ്യന്മാരായത്. വിജയികൾക്കുള്ള സമ്മാനദാനം കളക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. മാതൃഭൂമിയിലെ CC വിനീഷാണ് ടൂർണമെന്റിന്റെ താരം. പ്രസ് ക്ലബ് പ്രസിഡന്റ് O രാധിക അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MB വിനീത, ജില്ലാ സെക്രട്ടറി പോൾ മാത്യു എന്നിവർ പങ്കെടുത്തു. ഫൈനലിന് മുന്നോടിയായി തൃശൂർ പ്രസ് ക്ലബ്ബും തൃശൂർ കോർപ്പറേഷൻ കൌൺസിലേഴ്സും തമ്മിൽ സൗഹൃദ മത്സരവും അരങ്ങേറി. സൗഹൃദപ്പോരിൽ കൌൺസിലേഴ്സ് ടീം 7 റൺസിന് പ്രസ് ക്ലബ്ബിനെ പരാജയപ്പെടുത്തി. ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രഥമ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 8 ടീമുകളാണ് പങ്കെടുത്തത്. ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ ക്രൂസിംഗ് സൗകര്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹർത്താൽ ആചരിക്കാൻ തീരുമാനം. ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ നടന്ന സർവകക്ഷി യോഗമാണ് നഗരത്തിൽ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത്. പ്രോജക്ട് ഡയറക്ടർക്ക് നിവേദനം നൽകുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കർമ്മസമിതി ചെയർമാൻ RM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PU സുരേഷ് കുമാർ, PB ഖൈസ്, KR വിദ്യാസാഗർ, വേണു വെണ്ണറ, കർമ്മസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK അൻസാർ തുടങ്ങിയവർ സംസാരിച്ചു. അതിലെന്തോ നമ്മൾ ചെറിയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ നേതാക്കൾ പൌരത്വ ഭേദഗതി നിയമം ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെതിരെ രാജ്യത്തെ നിയമവിദഗ്ധരും മതേതര ശക്തികളും പൌരസമൂഹവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രംഗത്ത് വരണമെന്ന് സെക്യുലർ ഫോറം തൃശൂർ സംഘടിപ്പിച്ച സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ മന്ദിരത്തിൽ ചേർന്ന യോഗത്തിൽ T സത്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, KV ആന്റണി, PL ജോമി, T ഹരികുമാർ, പ്രീത ബാലകൃഷ്ണൻ, K പ്രഭാകരൻ, ശശികുമാർ പള്ളിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളം കാവ്യസാഹിതി തൃശൂർ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മലയാള കാവ്യസാഹിതി സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ജില്ലാ പ്രസിഡന്റായി സുദർശനകുമാർ വടശ്ശേരിക്കര, ജില്ലാ സെക്രട്ടറിയായി ബേബി പേനകം, വൈസ് പ്രസിഡന്റുമാരായി അജിത രാജൻ, PB രമാദേവി എന്നിവരെയും ട്രഷററായി മീന അരവിന്ദനെയും സംഘടനാ സെക്രട്ടറിയായി പ്രൊഫസർ BA വർഗീസിനെയും തെരഞ്ഞെടുത്തു.
ദേശീയപാത മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിയുടെ ചക്രങ്ങൾക്ക് തീപിടിച്ചു. കോയമ്പത്തൂരിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ബേബി മെറ്റൽ കയറ്റിപ്പോയിരുന്ന ടോറസ് ലോറിയുടെ ചക്രങ്ങളാണ് കത്തിയത്. പിന്നിലെ ഇടതുഭാഗത്തെ വീലിന്റെ ബ്രേക്ക് ജാമായതിനെ തുടർന്ന് ചൂടായി കത്തിപ്പിടിക്കുകയായിരുന്നു. ഈ ഭാഗത്തെ 6 ചക്രങ്ങളിലും തീ ആളിപ്പടർന്നു. ചാലക്കുടിയിൽ നിന്നുമെത്തിയ അഗ്നിശമന സംഘമാണ് തീയണച്ചത്. ഇതോടെ വലിയ അപകടം ഒഴിവായി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കളം നിറഞ്ഞ മുന്നണികൾ. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലുള്ളത് 25,90,721 വോട്ടർമാർ. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ വീണ്ടും വൺ വേ പരിഷ്കാരം. വൺ വേ പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം ശക്തം. പാലയൂർ മഹാതീർത്ഥാടനത്തിന് ആയിരങ്ങൾ അണിനിരന്നു. ആത്മീയതയുടെ അനുഭവമാണ് ഓരോ തീർത്ഥാടനവുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണി സ്വാമി. വടനപ്പള്ളിയിൽ കാറിൽ കടത്തി 20 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലാലൂർ സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങൾ വിലസുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറി. പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാട് ഭക്തി നിർഭരം. തേവരുടെ മകീര്യം പുറപ്പാടിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് ആയിരങ്ങൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.